ശിവപ്പ. അതെ, ഞാനാ. അതിനെന്താ, കാണാലോ. പ്ലീസ് കം. ഡാഡിയുടെ മരണം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞാനും ഗൗഡയുടെ ശത്രുവായിപ്പോയി. ആരും ഉണ്ടായില്ല ഒന്ന് സഹായിക്കാൻ. ഇപ്പോഴുള്ള ഈ ഡിസ്റ്റിലറി എങ്കിലും അയാളെ പിടിച്ചു പറിക്കാണ്ടിരിക്കാനുള്ള ഫൈറ്റില് സപ്പോർട്ട് ചെയ്തത് ശിവപ്പ മാത്ര. ഗൗഡയോട് ഗുഡ് ബൈ പറഞ്ഞതും പിന്നെ ഇങ്ങനൊരവസ്ഥയിലായതുമൊക്കെ സത്യത്തിൽ എനിക്ക് വേണ്ടിട്ടാ. പ്ലീസ് കം. യൂഷ്വലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ഒരു ബിസിനസിനും ഞാനില്ലാത്തതാ, അറിയാലോ. ഡാഡിയുടെ ദുരന്തം എന്നെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും പാടില്ലെന്ന്. ബട്ട് ഇൻ ദിസ് കേസ് ഐ വിൽ ഹെൽപ്പ് യു. ജസ്റ്റ് ഓൺസ്. ശിവപ്പ പറയുന്നോണ്ട് മാത്രം. ഇംഗ്ലീഷിൽ മോളിപ്പ പറഞ്ഞത് ഞമ്മക്ക് ശരക്ക് തരാന്നല്ലേ അല്ലേ? എന്റെ അല്ലോ, ഞാൻ രക്ഷപ്പെട്ട് പടച്ചമ്പുരാൻ കാത്ത്. ഈ നല്ലോള എന്റെ മോളെ. പക്ഷെ ഒരു കാര്യം, ഇതാദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കും. ഇനി മേലാൽ സ്പിരിറ്റ് എന്നും പറഞ്ഞ് മൂസാക്കാൻ ഈ വഴിക്ക് കണ്ടുപോരുത്. ആ പിന്നെ അത് നീ അങ്ങ് കുഞ്ഞബ്ദുള്ളന്റെ അവിടെ പറഞ്ഞാ മതി. മൂസക്ക, ഇതൊന്നും മുണ്ടാണ്ടിരിയടാ. ഈ കച്ചവടം ഒന്ന് കൊയ്ത്തോട്ടെ. കടവും തീർത്ത് കൈ നിറയെ കാശും കൊണ്ട് മൂസാക്കാരും വരവ് വരും വലിയ സുൽത്താനെ പോലെ. അന്ന് തനക്കൊക്കെ ഭാരി കോരി തരും പണ്ടത്തെ പോലെ. പുഴുവല്ല മോളെ. ഈ നോക്കിക്കോ, ആ പന്നിന്റെ ബണ്ടികൾ ഞമ്മള് വഴിയിലിട്ട് പിടിപ്പിക്കും. എന്നിട്ടാ പെരിച്ചതിന്റെ മയ്യത്ത് നമ്മൾ എടുപ്പിക്കും. ഗൗഡയോട് വഴക്കിനൊന്നും നിൽക്കണ്ട മൂസാക്ക. ഇതെങ്ങാനും അറിഞ്ഞുപോയാ പിന്നെ ഒരുത്തരെയും ബാക്കി വെക്കില്ല ആ ദുഷ്ടൻ. പിന്നെ ബായക്കാണ്. അനക്കറിയില്ല മോളെ പഴയ മൂസാക്കാനെ. ഈ മൂസാക്കെന്ന് പിരിഞ്ഞ് എന്താണ്ടല്ല, പിന്നെ ഓനല്ല ഓന്റെ ബാപ്പ വരൂല. പൊട്ടിച്ചളയും നമ്മള്. വിളിക്കുന്നുണ്ട് അണ്ണനാ. தம்பி, அந்த பொண்ணு மூசாவுக்கு ஸ்பிரிட் கொடுக்கறதா கேள்விப்பட்டேன். சொல்லியாச்சு. யார் இவன் சொன்னானா? அதெல்லாம் சரியா சொல்லிடுவான்ல. ஆனா அதுல ஒரு சின்ன ப்ராப்ளம். அந்த மூசா கையில காசு கிடைச்சிடுச்சுன்னா அவனுக்கு ஆகாசமும் தெரியாது, பூமியும் தெரியாது, கல்லும் தெரியாது, மண்ணும் தெரியாது, எந்த அளவுக்கு எங்க போவானே தெரியாது. அப்ப சாந்திரே, சேச்சே, அந்த பொண்ணு அப்படி இல்ல. அவ கொடுத்தா தானே இவன் வாங்குவான், இவன் வாங்கினா தானே அவ கொடுப்பா. ஆனா அந்த மூசா ஸ்பிரிட் வாங்கறதுதான் நம்ம பிரச்சனைய. அதை தடுத்து நிறுத்த உன்னால முடிஞ்சா பாரு. டேய் டேய், அங்கதான் நானும் வரேன். இப்ப நீ என்ன பண்றன்னா, போய் அந்த மூசாவை பாக்குற. அது சொல்ல தேவையாண்ணா? என் தம்பினா தம்பிதான். போடா போடா, போயிட்டு போ போ போ. டேய் தம்பியா, ஜாக்கிரதையா பாத்துங்கோ. டேய் கிருஷ்ணா, வா. വണ്ടികളെ നീക്ക് വരുമെന്ന് ഞമ്മക്കറിയാൻ പാടില്ല. ഒന്നുകളെയും നമ്മള് അനങ്ങിട്ടുണ്ടെങ്കിൽ തല നമ്മൾ കർപ്പിക്കും.
ഗൗഡയെ തോൽപ്പിച്ചിട്ട് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലടാ? മലയാളിയായി പോയോണ്ട് നിനക്കൊരു എല്ല് കൂടുതലാണല്ലേടാ? ഇവൻ എല്ലാ സത്യവും പറഞ്ഞിട്ട് നിൽക്കുക. മര്യാദക്ക് സംഭവിച്ചു. ഗൗഡയല്ലേ നിന്നെ പറഞ്ഞയച്ചത് മൂസയെ കൊല്ലാൻ? നീ വാ തുറക്കല്ലേടാ? പറയടാ. നീ പറയില്ല. പോലീസിന്റെ പിടിപ്പെട്ടത് രണ്ടും നിന്റെ ഗാംഗിലെ ആൾക്കാരാണ്. കവേർഡ്സ്. അവര് എന്നെ കുറിച്ച് എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ കൊന്നുകളയും. ചന്ദ്ര എന്നടാ ഇതെല്ലാം ഉടനെ കൈയിടാ കൈ വേട എന്തേ வேட இந்த பக்கம் இதெல்லாம் நான் பாத்துறவா. யாரா ஒருத்த கழுத கோவிந்தன் ஆபீஸ்ல வந்து നോക്ക്. പോട മറമണ്ട മറമണ്ട. ആ ഗോവിന്ദരെ എണ്ടൊരാളും പോലീസ് ലാക്കപ്പിലെ ഇങ്ങനെ കിടന്നിട്ടില്ലേ? ഇത് ആദ്യം. ചേച്ചേ യോ ഓയാ ഇതെല്ലാം എനിക്ക് മോശം. ഇന്ന് വിടണം ഇപ്പോ. സരി 1 മണിക്കൂർ അവരെ വിട്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കേ. ഹലോ ഹലോ. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ. എടോ താനാ ഗൗഡയുടെ ആൾക്കാരെയും തുറന്നുവിട്. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല സാർ. കസ്റ്റഡിയിലുള്ള 2 ആൾക്കാരുടെ മൊഴി വളരെ ലീഡിംഗ് ആണ്. ദേ ക്യാൻ ഗീവ് സ്ട്രോങ് പ്രിമാ ഫേസ് എവിഡൻസ് അഗൈൻസ്റ്റ് ഗൗഡ. അത് കേട്ടിട്ട് ഇനിയിപ്പോ ഗൗഡയുടെ പുറകെ പോകാനാണോ തന്റെ പരിപാടി? സാർ. നോ സാർ. വേണ്ട. ഗൗഡയെ തൊട്ടുള്ള കളി വേണ്ട. സൂക്ഷിക്കണം, പേടിക്കണം. അങ്ങനെ പേടിക്കാൻ ഈ ഗൗഡയുടെ മേലാഫീസറൊന്നും അല്ലല്ലോ സാർ. ജയശങ്കർ, യു ഹേർഡ് വാട്ട് ഐ സെഡ്? എടോ ഇത് അധോലോകത്തെ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളും. കൊണ്ടും കൊടുത്തും അവര് കണക്ക് തീർത്തോളും. നമ്മൾ പോലീസുകാർ അതിലൊന്നും ഇടപെടണ്ട. നമുക്ക് വല്ല മുച്ചീട്ട് കളിക്കാരെയോ പോക്കറ്റ് അടിക്കാരെയോ ഒക്കെ പിടിച്ച് അങ്ങ് ജീവിച്ചാ പോരടൂ. അല്ലെങ്കിൽ തന്നെ ഈ ചത്തുപോയ മൂസ ജീവിച്ചിരുന്നിട്ട് ഈ നാടിനെന്താ കോണം? ആർക്കാ പ്രയോജനം? ഈ ടു വാസ് എ ക്രിമിനൽ, എ സ്മഗ്ലർ, എ ബൂട്ട്ലെഗർ, ടോട്ടലി ഇല്ലിസിറ്റ് ആൻഡ് വാട്ട് നോട്ട്. സമ്മതിച്ചു സാർ. പക്ഷേ മരിച്ചതാരായാലും കൊന്നവൻ നിയമത്തിന്റെ കണ്ണിൽ കൊലപാതകയാണ്. ആൻഡ് സാർ, ഐ ഫീൽ ദാറ്റ് ഐ ആം ബൗണ്ട് ടു ബുക്ക് ദ അസാസിൻസ്. ഐ സെഡ് നോ. പ്രതികളെ പിടിക്കേണ്ടതാണോ സാർ? യെസ്, ഇറ്റ്സ് ആൻ ഓർഡർ. സോറി സാർ. ഉത്തരവാണെങ്കിൽ ഐ വാണ്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വാട്ട് യു മീൻ? ഡെപ്യൂട്ടി കമ്മീഷണറുടെ സീല് വെച്ച വെള്ളക്കടലാസിൽ അങ്ങനെ എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും. എങ്കിലേ ഞാൻ അനുസരിക്കും. അങ്ങനെ തയ്യാറാണെങ്കിൽ. ക്ലിയർ ഔട്ട് യു ഫൂൾ. കർത്തവ്യ നിർവഹണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പര്യായം പൂളെന്നാണെങ്കിൽ താങ്ക് യു സാർ. അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്, അഭിമാനമാണ്. പക്ഷേ സാർ, ഈ ഫൂളിന്റെ മേലുദ്യോഗസ്ഥനും ഉണ്ടാവണമല്ലോ ഒരു വിശേഷണം, അല്ലേ? അതെന്താവും? ഇഡിയറ്റ് എന്നോ? ഷാൽ ഐ കോൾ യു ആൻ ഇഡിയറ്റ്? I say you get out!
என்ன விஷயம்? யூ ஆர் அண்டர் அரெஸ்ட். அதுக்கு ஏன் இவ்வளோ பெரிய கும்பல்? இல்ல தேவையா? சரி நீ போய்க்கோ, நான் தனியா வந்துடும். டேய் வண்டி ஆடுறா. அரெஸ்ட் சார். என்னடா இதெல்லாம் புதுசா நமக்கு? இப்ப காக்கி துப்பாக்கி எல்லாம் வெளியே எடுக்காத, போட்டுன்னு வெடிச்சிரும். உள்ள வை நாராயணா, போடு போடு. டோன்ட் மூவ். சந்திரா அரெஸ்ட் போத். குடுறா கைய. அவன் சொல்ற வரைக்கும் ஏன்டா வச்சுக்கிற? குடுறா. நீங்க எதுக்கு சார் பயப்படுறீங்க? அட வாங்க சார். ഹലോ, അല്ല പോലീസ് സ്റ്റേഷൻ ಅಲ್ಲ, ಇದು ಕಂಫರ್ಟ್ ಸ್ಟೇಷನ್. ಈ ಪತ್ರಕಾರ ಕೊಂಡು ತೋಟು. ಈಗ ನಿಮ್ಮನ್ನ ಬಿಡುತ್ತವೆ, ಆದರೆ ಇಷ್ಟಕ್ಕೋ ಮುಗಿದು ಅಂತ ತಿಳ್ಕೋಬೇಡಿ. പൊയ്ക്കോ. ഓടാ, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ ഈ ചൂന്താണി വിരൽ പൊക്കിളി കൂടെ കയറ്റി അപ്പുറത്തെടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട്. ആരാണ് സാറിന് അറിയാലോ? പോകിലി. ഇനി എന്തിനാടാ ഇവനെയൊക്കെ പേടിക്കുന്നത്? ധൈര്യമായിട്ട് പോടാ. പോലീസ് സ്റ്റേഷനകത്താണ്ടാ നിന്റെയൊക്കെ. പിന്നെ ലോക്കോപ്പിൽ ഇത്തിരി സൗകര്യങ്ങൾ കുറവാ. അത്യാവശ്യം 1നോ 2നോ പോണെങ്കിൽ ആ മൂലയ്ക്ക് 2 കൊച്ചു കുടം വെച്ചിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് അങ്ങ് സാധിച്ചാൽ മതി. പക്ഷേ താഴേങ്ങൊരു തുള്ളി വീഴരുത്.